ഇത് കഴിഞ്ഞ വർഷം നീറ്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് വാട്ട്? അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് കുറേ അധികം ടേംസ് കിടപ്പുണ്ട്. ആൽഫ ഡി ഗ്ലൂക്കോസ്, ബീറ്റ ഡി ഗ്ലൂക്കോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ്, ബീറ്റ ഡി ഫ്രക്ടോസ്. അപ്പം എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് ക്യാപിറ്റൽ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനും കിട്ടും. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഗ്ലൂക്കോസ് എന്ന് നോക്കാം. അപ്പോൾ ഗ്ലൂക്കോസിനെ കുറിച്ച് നമുക്കറിയാം. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോമുല എന്താണ്? C6H12O6 ആണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോമുല. അപ്പം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഗ്ലൂക്കോസിനകത്ത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്? ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പാണുള്ളത്. ഇതാണ് അതിൻ്റെ ഫിഷർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗ്ലൂക്കോസ്. അപ്പം ഇത് മാത്രമല്ല, ഇതെന്താണ്? ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ്. ഇതിനകത്ത് സൈക്കിളോ അല്ലെങ്കിൽ സൈക്കിളൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഓപ്പൺ സ്ട്രക്ചർ എന്ന് പറയും. ഇതിൻ്റെ ഡി ഫോം ആണ്. എന്താണ് ഡി ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ ഒരു ഫിഷർ പ്രൊജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കാർബൺ നോക്കുക. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലെ OH റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണ് എങ്കിൽ നമ്മളതിനെ ഡി ഫോം എന്ന് പറയും. അതേസമയം OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമ്മളതിനെ എൽ ഫോം എന്ന് പറയും. ഇനി ഇവിടെ ഒരു പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ട്. ആ പ്ലസ് സൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷനാണ്. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് കൈറൽ കോമ്പൗണ്ട് ആണെങ്കിൽ, കൈറൽ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കൈറൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലൂക്കോസ് കൈറലാണ്. കാരണം ഇതിനകത്ത് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. മാത്രമല്ല ഇതിനകത്ത് കൈറൽ കാർബൺ ഉണ്ട്. കൈറൽ കാർബൺ നമുക്കറിയാം ഒന്നിലധികം എല്ലാ വാലൻസിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ കൊണ്ട് സാറ്റിസ്ഫൈ ആകുന്ന കാർബൺ എന്നാണ് നമ്മൾ കൈറൽ കാർബൺ എന്ന് പറയുന്നത്. അപ്പം ഗ്ലൂക്കോസിനകത്ത് 1, 2, 3, 4 കൈറൽ കാർബൺ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈറ്റിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെക്സ്ട്രോ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് സൈൻ കൊടുക്കും. ലീവോ റൊട്ടേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലീവോ റൊട്ടേറ്ററി, അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ അക്വസ് സൊല്യൂഷനിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൈക്ലിക് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് നോക്കാം. ഇത് ഇൻട്രാമോളിക്കുലർ ഒരു റിയാക്ഷൻ ഈ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ അത് എക്സിസ്റ്റ് ചെയ്യും. അത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ അതൊരു ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ കാണിക്കും. അപ്പോൾ ആ ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ കാണിക്കുന്ന എവിടെയൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കാർബണും 5th കാർബണും തമ്മിൽ ഒരു ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ നടന്നിട്ടാണ് ഇത് സൈക്ലിക് സ്ട്രക്ചറിലേക്ക് മാറുന്നത്. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചറിലേക്ക് മാറുമ്പം ഇപ്പോൾ ഫസ്റ്റ് കാർബണും 5th കാർബണും കണക്റ്റഡായി. എങ്ങനെ? ഒരു ഓക്സിജനിൽ കൂടി കണക്റ്റഡായി. അതിനെയാണ് നമ്മൾ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പം ഈ സൈക്ലിക് സ്ട്രക്ചറിന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹെമി അസറ്റാൾ ലിങ്കേജ് ഉള്ള കോമ്പൗണ്ടാണ്. കാരണം ഹെമി അസറ്റാൾ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹെമി അസറ്റാൾ ലിങ്കേജ് എന്താണ്? കാർബൺ ഹാവിങ് OH ആസ് വെൽ ആസ് OR ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹെമി അസറ്റാൾ ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണിനെ നോക്കുക, ഈ കാർബണിനകത്ത് OH ഉണ്ട്. മാത്രമല്ല ഈ O ഈസ് കണക്റ്റഡ് ടു അനദർ കാർബൺ. സോ ദിസ് സിംഗിൾ കാർബൺ OH കണക്റ്റഡ് ആണ്, OR എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഹെമി അസറ്റാൾ ലിങ്കേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഗ്ലൂക്കോസ് എന്താണ്? ഒരു റെഡ്യൂസിങ് ഷുഗറാണ്. അതായത് ടോളൻസ് റിയേജൻറ്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻ, ബെനഡിക്ട് സൊല്യൂഷനൊക്കെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് റെഡ്യൂസ് ചെയ്യും. അപ്പം ഈ സൈക്ലിക് സ്ട്രക്ചർ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ആൽഫ സൈക്ലിക് സ്ട്രക്ചറും 2 ബീറ്റ സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്ലിക് സ്ട്രക്ചറുണ്ട്. അപ്പം നമുക്ക് ആ സൈക്ലിക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ആദ്യത്തെ നമുക്ക് ആൽഫ സൈക്ലിക് സ്ട്രക്ചർ നോക്കാം. ആൽഫ സൈക്ലിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ, ആൽഫ ഡി ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോ പിരാനോസ് എന്നൊരു പേരുണ്ട്. ആൽഫ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലത്തെ, അതായത് ഈ ഫസ്റ്റ് കാർബണിനകത്തുള്ള OH ഗ്രൂപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആൽഫ ഡി എന്ന് പറയും. അതേസമയം ഈ OH ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമ്മളതിനെ ബീറ്റ ഡി എന്ന് പറയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഈ ഗ്ലൂക്കോ പിരാനോസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം, പിരാൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. അതൊരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അതിനകത്ത് ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതാണ് പിരാൻ എന്ന് പറയുന്നത്. അപ്പം 6 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സിജൻ
6 മെമ്പറുള്ള ഓക്സിജൻ അടങ്ങിയിട്ടുള്ള 6 മെമ്പേർഡ് റിങ്ങിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് പിരാനോസ് റിംഗ് എന്ന് പറയും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഗ്ലൂക്കോസിനകത്തുള്ള റിങ് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ ഒരു സൈക്കിൾ എത്ര മെമ്പറാണെന്ന് എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണ്. അപ്പോൾ ഇതൊരു 6 മെമ്പേർഡ് സൈക്ലിക് റിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഗ്ലൂക്കോപിരാനോസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ഹാവോർത്ത് പ്രൊജക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഹാവോർത്ത് പ്രൊജക്ഷൻ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു 6 മെമ്പേർഡ് രൂപത്തിൽ നമ്മളൊരു സൈക്ലിക് റിങ് വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് 1 2 3 4 5 സോ 6. സോ ഇതാണ് നമ്മുടെ 6 മെമ്പേർഡ് റിങ്. അപ്പോൾ ഓരോ കാർബൺ ആറ്റവും നമുക്ക് നോക്കാം, ഓരോ കാർബൺ ആറ്റത്തിനും സബ്സ്റ്റിറ്റ്യൂവൻസ് നോക്കാം. ഇപ്പോൾ ഈ നമ്മുടെ ഫിഷർ പ്രൊജക്ഷൻസിനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നതിനെയൊക്കെ നമ്മുടെ ഹാവോർത്ത് പ്രൊജക്ഷൻസിൽ താഴെ എഴുതുക. അതാണ് ഇതിൻ്റെ ഒരു ഓർത്തിരിക്കാനുള്ള വഴി. സോ OH നമ്മൾ എന്ത് എഴുതി? OH നമ്മൾ ഇവിടെ താഴെ എഴുതി. ഈ സെക്കൻഡ് കാർബണിനകത്ത് OH വീണ്ടും താഴെ എഴുതി. തേർഡ് കാർബണിനകത്ത് H ആണ് ഇവിടെയുള്ളത്, അപ്പം H താഴെ എഴുതി. ഫോർത്ത് കാർബണിനകത്ത് OH ആണ് താഴെയുള്ളത്, അപ്പം OH താഴെ എഴുതി. ഫിഫ്ത്ത് കാർബൺ HCH2OH, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഹാവോർത്ത് പ്രൊജക്ഷൻ ഫോർമുല ഓഫ് ദ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് ഈ സെക്കൻഡ് തേർഡ് ഇത് മിക്കവാറും ചിലപ്പം കൺഫ്യൂഷൻ OH മുകളിലാണോ OH താഴെയാണോ എന്നുള്ളത്. ഈ സെക്കൻഡ് തേർഡ് കാര്യം ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ G എഴുതുന്നത് എങ്ങനെയാണ്? G എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് G എന്ന് വെച്ചാൽ ഇങ്ങനൊരു പൊസിഷനിലാണ് G പോകുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഇങ്ങനെ ഒരു റിലേഷനാണ് OH തമ്മിലുള്ളത്, ഇങ്ങനെ ഒരു റിലേഷനാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓർത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 2ഉം 4ഉം ഒരുപോലെയാണ്. അപ്പം 2ഉം 3ഉം തമ്മിലുള്ള റിലേഷൻ ഓർത്തിരിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 4 എഴുതാൻ പറ്റും. പിന്നെ ആൽഫ ആകുമ്പോൾ അത് താഴോട്ടാണ്. ബീറ്റ ഓർത്തിരിക്കാൻ ഞാൻ ബീറ്റ പറയുമ്പോൾ വേറൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത്രയാണ് ആൽഫ ഡി ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഇനി അടുത്തായിട്ട് നമുക്ക് ബീറ്റ ഡി ഒന്ന് നോക്കാം. ബീറ്റ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ ഫസ്റ്റ് പൊസിഷനിൽ OH എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കായിരിക്കും. അതിനെയാണ് നമ്മൾ ബീറ്റ ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബീറ്റ ഡി ഗ്ലൂക്കോപിരാനോസ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഫസ്റ്റ് കാർബണിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിൽ നിന്നാണ്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബണും ഫിഫ്ത്ത് കാർബണും തമ്മിൽ കണക്ട് ചെയ്തിട്ട് കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സൈക്ലിക് സ്ട്രക്ചറിനകത്ത് ഫസ്റ്റ് കാർബണിനകത്തുള്ള OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ബീറ്റ, അത് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ആൽഫ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ബീറ്റ ഗ്ലൂക്കോസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബീറ്റ ഡി ഗ്ലൂക്കോപിരാനോസ്. പിരാനോസ് എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്തുകൊണ്ടാണ്? അത് പിരാൻ റിങ്ങുമായിട്ട് അതിനുള്ള സാമ്യം. കാരണം 6 മെമ്പേർഡ് റിങ് വിത്ത് ആൻ ഓക്സിജൻ, അതിനെയാണ് നമ്മൾ പിരാൻ റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമ്മളതിനെ പിരാനോസ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ ഹാവോർത്ത് പ്രൊജക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസുമായിട്ട് ഒരൊറ്റ പൊസിഷനിൽ മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. ഏത് പൊസിഷനിലാണ്? ഈ ഫസ്റ്റ് പൊസിഷനിൽ മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് പൊസിഷനിൽ OH എവിടെയായിരിക്കും? ടോപ്പിലായിരിക്കും. കണ്ടില്ലേ, ഇവിടെ OH റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള OH നമ്മൾ താഴെ എഴുതി. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള H നമ്മൾ താഴെ എഴുതിയപ്പോഴത്തേക്കും OH എന്ത് പറ്റി? OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, അപ്പോൾ അത് മുകളിൽ എഴുതി. അപ്പോൾ ബീറ്റയെ സംബന്ധിച്ചിടത്തോളം OH എവിടെയായിരിക്കും? OH ഈ ഒരു പ്രൊജക്ഷൻ, ഈ ഒരു തരത്തിൽ നമ്മൾ ഹാവോർത്ത് പ്രൊജക്ഷൻ എഴുതുകയാണെങ്കിൽ OH മുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ ബീറ്റ എന്നെഴുതുമ്പോൾ ബീറ്റ ഇവിടെ ഒരു T ഇല്ലേ, അപ്പോൾ നമുക്ക് ടോപ്പ്. അപ്പോൾ ബീറ്റ എന്ന് പറയുമ്പം ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ, ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനിപ്പോൾ 180 ഡിഗ്രി നമ്മളിങ്ങനെ തിരിക്കുകയാണെങ്കിൽ OH താഴെ വീഴും, അത് വേറെ കേസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ OH മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ബീറ്റയുടെ ടോപ്പ് ഓർത്തിരിക്കുക, ബീറ്റ ടോപ്പ്. എന്നിട്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, G വെച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ G. അപ്പോൾ G വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു റിലേഷനാണ്. അപ്പം OH തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷനാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൊസിഷനും ഫോർത്ത് പൊസിഷനും ഒരേ കണക്കാണ്. ആ രീതിയിൽ നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെയും സ്ട്രക്ചർ ഏകദേശം മനസ്സിലായല്ലോ. ശരി, ഇനി നമുക്ക് ഫ്രക്ടോസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രക്ടോസ്. ഫ്രക്ടോസിൻ്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് തന്നെയാണ്. ഗ്ലൂക്കോസുമായിട്ട് എന്താണ്? C6H12O6 ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനകത്ത് ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്, പക്ഷേ ഫ്രക്ടോസിനകത്ത് എന്താണ്? കീറ്റോൺ ഗ്രൂപ്പാണ് ഉള്ളത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വ്യത്യാസം. ക്ലിയർ? ഇത് രണ്ടും എന്താണ്? ഫ്രക്ടോസും ഗ്ലൂക്കോസും എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഒന്നിനകത്ത് ആൾഡിഹൈഡും മറ്റേതിൽ എന്താണ്?
കീറ്റോൺ ഗ്രൂപ്പുമാണുള്ളത്, റൈറ്റ്. ഇനി ഈ ഫ്രക്ടോസും ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അല്ലാതെ തന്നെ ഇതിനും എന്തുണ്ട്, സൈക്ലിക് സ്ട്രക്ചറുണ്ട്. ഇത് സൈക്ലിക് സ്ട്രക്ചർ വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കാർബണും ഈ ഫിഫ്ത്ത് കാർബണും തമ്മിൽ ഒരു ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സൈക്ലിക് സ്ട്രക്ചറുണ്ട്. അപ്പം സെക്കൻഡ് കാർബൺ, ഫിഫ്ത്ത് കാർബൺ അവർ തമ്മിൽ ഒരു ഓക്സിജൻ വഴി കണക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു പുതിയ സൈക്ലിക് സ്ട്രക്ചർ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഫ്രക്ടോസിൻ്റെ സൈക്ലിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്, ഒരു ഹെമി അസറ്റാൽ ലിങ്കേജ് ഇവിടെയുണ്ട്. കാരണം കാർബൺ OH, കാർബൺ OR. ഓക്കെ, ഒരു കാർബണിൽ തന്നെ OH വരുന്നു, OR വരുന്നു. അപ്പം അതെന്താണ് നമ്മുടെ ഹെമി അസറ്റാൽ ലിങ്കേജ് ആണ്. ഹെമി അസറ്റാൽ ലിങ്കേജ് ഉള്ള കോമ്പൗണ്ടൊക്കെ എന്താണ്, റെഡ്യൂസിങ് ഷുഗറാണ്. അപ്പോൾ നമ്മുടെ ഫ്രക്ടോസ് എന്ത് തന്നെയാണ്, റെഡ്യൂസിങ് ഷുഗറാണ്. ഇനി ഇവിടെയും സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം, ആൽഫ ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം, ബീറ്റ ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ പറയാം. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. OH ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ബീറ്റ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെന്തായിരിക്കും, ബീറ്റ ഫ്രക്ടോസ് ആയിരിക്കും. ഇനി ഈ OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നെങ്കിൽ അതെന്തായിരിക്കും, ആൽഫ ഫ്രക്ടോസ് ആയിരിക്കും. അപ്പോൾ ആൽഫയും ബീറ്റയും പറയാൻ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നുകൂടി ഞാനിപ്പോൾ ഈ പെട്ടെന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ എന്താ ഇവിടെ OH റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നു. OH റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നപ്പോൾ നമ്മളതിനെ ആൽഫ ഡി മൈനസ് ഫ്രക്ടോസ്. ഇപ്പോൾ ഇവിടെ മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്തുകൊണ്ടാണ്, അത് ലീവോ റൊട്ടേറ്ററി ആയതുകൊണ്ടാണ് നമ്മളവിടെ മൈനസ് എഴുതിയത്. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ OH വരുന്നത്, അപ്പം നമ്മളതിന് ആൽഫ ഫ്രക്ടോസ് എന്ന് പറയും. ഇനി ഇവിടെ വേറൊരു പുതിയ ടൈം നിങ്ങൾ കണ്ടു, ഫ്യൂറാനോസ്, ഫ്യൂറാനോസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഫ്യൂറാനോസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ട്, ഫ്യൂറാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു 5 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സിജൻ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഫ്യൂറാനോസ് റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് വിത്ത് ആൻ ഓക്സിജൻ ഈസ് കാൾഡ് ഫ്യൂറാനോസ് റിംഗ്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സൈക്ലിക് റിങ്ങിന് എത്ര മെമ്പർ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. നോക്കൂ, നമുക്കിവിടെ ഉണ്ടായിട്ടുള്ള സൈക്ലിക് റിംഗും എന്ത് തന്നെയാണ്, ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. മാത്രമല്ല അതിനകത്ത് എന്തുകൊണ്ട്, ഓക്സിജനും ഉണ്ട്. സോ എ 5 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സിജൻ, ദാറ്റ് ഈസ് കാൾഡ് ഫ്യൂറാനോസ് റിംഗ്. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ, ആൽഫ ഡി മൈനസ് ഫ്രക്ടോ ഫ്യൂറാനോസ്. ആൽഫ എന്തുകൊണ്ട് വന്നു, നമ്മുടെ ഈ ഫസ്റ്റ് കാർബണിനകത്ത് OH റൈറ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് ആൽഫ എന്ന് വന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പം ഞാൻ പറയാതെ തന്നെ അറിയാം അടുത്ത് എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അടുത്തത് ഇതിൻ്റെ ഹാവോർത്ത് റെപ്രസെൻറ്റേഷനാണ്, ഹാവോർത്ത് പ്രൊജക്ഷൻ ഫോർമുലയാണ്. സോ ഈ ആദ്യം വരച്ചിരിക്കുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. അതിന് ഞാൻ നമ്പർ ചെയ്യാം. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ, ഇത് 4ാമത്തെ കാർബൺ, ഇത് 5ാമത്തെ ഓക്സിജൻ. സോ ഇതാണ് നമ്മുടെ ഈ എളുപ്പത്തിലുള്ള കാര്യം. അപ്പം CH2OH, OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പം നമ്മൾ OHനെ എന്തെഴുതി, താഴെ എഴുതി. ഇവിടെ 2ാമത്തെ കാർബണിനകത്ത് ഹൈഡ്രജൻ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ അതിനെ താഴെ എഴുതി. ആ കണക്കിന് നമ്മൾ 3ാമത്തെ നോക്കുമ്പോൾ OH താഴെയാണ്, അതിനെ OHനെ താഴെ എഴുതി. പിന്നെ 4ാമത്തതിൽ HCH2OH, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഹാവോർത്ത് പ്രൊജക്ഷൻ എഴുതുക. ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹാവോർത്ത് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ എടുത്തിട്ട് 180 ഡിഗ്രി ഇങ്ങനെ തിരിക്കുക. 180 ഡിഗ്രി ഇങ്ങനെ തിരിക്കുക. അതായത് ഇങ്ങനെ നിന്ന എൻ്റെ പേനേനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ എൻ്റെ നിബ്ബ് എൻ്റെ ഈ വശത്താണ്. ഓക്കെ, ആ പേനേനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ തിരിച്ചു. അപ്പം പേനയുടെ നിബ്ബ് ഇപ്പോൾ ഇവിടെ വന്നു, എൻ്റെ വലത്തുവശത്ത് വന്നു. നേരത്തെ എൻ്റെ ഇടതുവശത്തായിരുന്നു നിബ്ബ്, ഇപ്പോൾ എൻ്റെ വലത്തുവശത്ത് വന്നു. സോ അതേ രീതിയിൽ തന്നെ അപ്പോൾ നമ്മൾ ഈ 180 ഡിഗ്രി തിരിച്ചപ്പോഴത്തേക്ക് അപ്പോൾ 1 ഇപ്പോൾ എവിടെയാണ്, അപ്പോൾ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഇപ്പോൾ ഇവിടെ വന്നു, 2 ഇവിടെയാണ്, 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്, 5 ഇവിടെയാണ്. അതും 180 ഡിഗ്രി തിരിച്ചിട്ടുള്ള ഒരു എന്താണ് ഹാവോർത്ത് പ്രൊജക്ഷനാണ് ഇപ്പോൾ ഈ 2ാമത് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ആദ്യത്തേതിനകത്ത് ഇപ്പോൾ OH താഴെയായിരുന്നു, അതായത് ഫസ്റ്റ് കാർബണിൽ. അപ്പോൾ അത് തന്നെ ഈ 2ാമത്തെ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ആ ഫസ്റ്റ് കാർബണിൽ OH മുകളിലേക്ക് പോയി. അതാണ് ഈ 2 ഹാവോർത്ത് പ്രൊജക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ നോർമലി എഴുതിയതിൻ്റെ നമ്മൾ 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ഈ നോർമലി എഴുതിയതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് താഴോട്ടുള്ള OH ഒക്കെ മുകളിലോട്ടാകുന്നു. ഓക്കെ, അതായത് ഈ 2ാമത്തെ പൊസിഷൻ നോക്കൂ, OH മുകളിലായിരുന്നു, H താഴെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, ഈ താഴെ ഉണ്ടായിരുന്ന H അവിടെ പോയി, മുകളിൽ പോയി, മുകളിലുണ്ടായിരുന്ന OH താഴെയും വന്നു. അങ്ങനെയാണ് നമ്മളതിൻ്റെ വേരിയേഷൻസ് ചെയ്യുക. അതായത് മൊത്തത്തിൽ നമ്മൾ തിരിച്ചു 1 2 3 4 5 എന്നുള്ള രീതിയിൽ തിരിച്ചു. അപ്പോൾ ഓരോ പൊസിഷനിലുള്ള
നേരത്തെ മുകളിലുള്ളതിനെയൊക്കെ താഴെ എഴുതുക. അങ്ങനെയാണ് ഈ 180 ഡിഗ്രി തിരിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട ആ ഒരു രീതി. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ഈ ഫ്രക്ടോസിൻ്റെ ഓർത്തിരിക്കാനായിട്ട്, ഫ്രക്ടോസ് ഗ്ലൂക്കോസിന് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നതുപോലെ ഫ്രക്ടോസിന് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഫ് എഴുതുന്നത് എങ്ങനെയാണ്? എഫ് എഴുതുന്നത് നമ്മൾ ഇങ്ങനെയാണ് അല്ലേ, എഫ്. അപ്പോൾ എഫിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനാണ്, റൈറ്റ്? സോ അങ്ങനെ ഡയറക്ഷൻ കണ്ടില്ല. അപ്പോൾ OHകൾ തമ്മിലുള്ള ലിങ്കേജ് ഉണ്ടോ? ഈ ഒരു ടൈപ്പ് ഒരു ലിങ്കേജാണ് നമുക്ക് അവിടെയുള്ളത്, ഈ ഒരു ടൈപ്പ്, റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ ഫ്രക്ടോസിൻ്റെ ഓർത്തിരിക്കാനായിട്ട്. ഞാൻ ഗ്ലൂക്കോസിൻ്റെ ഈ ഒരു ഡയഗണലായിരുന്നു, പക്ഷേ ഫ്രക്ടോസ് വന്നപ്പോഴേക്കും നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഈ 2-3 പൊസിഷനിലുള്ള OH. ബാക്കി അത് ഓർത്തിരിക്കാന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ ഡി ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ. ഇനി ഇത് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഹാവോർത്ത്, ഇതാണ് ഇതിൻ്റെ ഹാവോർത്ത് പ്രൊജക്ഷൻ ഫോർമുല ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ബീറ്റ ഡിയും ഇതേ കണക്ക് തന്നെ നിൽക്കുന്നത് എഴുതാം. ബീറ്റ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ OH എവിടെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. വേറെ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ പറഞ്ഞത് കണക്കുള്ള എല്ലാ കാര്യങ്ങളും ബീറ്റ ഡി ഫ്രക്ടോസിനും അല്ലെങ്കിൽ ബീറ്റ ഡി ഫ്രക്ടോഫ്യുറാനോസിനും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങളത് ഈ പസ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് താഴെ ചോദിച്ചാൽ മതി, കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് റിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഈ സൂക്രോസിനെ കുറിച്ച്. നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കാൻ പോകുന്നത് തന്നെ സൂക്രോസിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ സൂക്രോസിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C12H22O11 ആണ് സൂക്രോസിൻ്റെ മോളിക്കുലർ ഫോർമുല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് സൂക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈസാക്രൈഡാണ്. ഡൈസാക്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്? 2 മോണോസാക്രൈഡുകൾ ചേർന്ന് കിട്ടുന്നതിനാണ് നമ്മൾ ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് മോണോസാക്രൈഡ് സൂക്രോസിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൽഫ ഡി ഗ്ലൂക്കോസും രണ്ടാമത്തത് ബീറ്റ ഡി ഫ്രക്ടോസും. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും കൂടി ചേർന്ന് കിട്ടുന്ന ഡൈസാക്രൈഡ് ആണ് നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും കമ്പൈൻ ചെയ്യുന്നത്? അപ്പോൾ അതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ സ്ട്രക്ചർ കിട്ടും? വി ഗെറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ സൂക്രോസ്, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മുടെ ബീറ്റ ഡി ഫ്രക്ടോസ് ആണ്. ബീറ്റ ഡി ഫ്രക്ടോസിൻ്റെ 180 ഡിഗ്രി തിരിച്ചിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തെറ്റിപ്പോകരുത്. അപ്പോൾ 180 ഡിഗ്രി തിരിച്ചിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ 2 ചുമപ്പ് ഡോട്ട്സ് ഇട്ടേക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ചുമപ്പ് ഡോട്ട്സ് ഇട്ട ഭാഗത്തും കൂടിയാണ് ഇവരെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ 2 പേരെയും കൂടി കണക്ട് ചെയ്ത് നമ്മളൊരു വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ഓക്സിജനിൽ കൂടി ഈ ഗ്ലൂക്കോസ് യൂണിറ്റിനെയും ഫ്രക്ടോസ് യൂണിറ്റിനെയും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ സ്ട്രക്ചർ കിട്ടി? സൂക്രോസിൻ്റെ സ്ട്രക്ചർ കിട്ടി. വളരെ ഈസിയാണല്ലേ? സോ സൂക്രോസിൻ്റെ സ്ട്രക്ചർ കിട്ടി. ഇതാണ് നമ്മുടെ സൂക്രോസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. സോ ഇവിടെ 2 മോണോസാക്രൈഡുകളെ ഒരു ഓക്സിജനിൽ കൂടി കണക്ട് ചെയ്യുന്ന ലിങ്കേജുകളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ്. ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് എന്താണ്? 2 മോണോസാക്രൈഡുകളെ ഒരു ഓക്സിജൻ യൂണിറ്റിൽ കൂടി കണക്ട് ചെയ്യുന്ന ലിങ്കേജുകളെ ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് എന്ന് പറയും. ഇവിടെ ഇതിനെ 1,2 ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് 1,2 ഗ്ലൈക്കോക്സിഡിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്ലൂക്കോസ് യൂണിറ്റിൻ്റെ നമ്പർ ചെയ്യൂ, 1 2 3 4 5 6 എന്ന് നമ്പർ ചെയ്യുമ്പോൾ അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഗ്ലൂക്കോസ് ആണ് നമ്മളിവിടെ ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രക്ടോസ് യൂണിറ്റിലേക്ക് ഒരു ഇവിടെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6. അപ്പം ഫ്രക്ടോസിൻ്റെ സെക്കൻഡ് കാർബൺ ആണ് ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നത് ഗ്ലൂക്കോസ് യൂണിറ്റിലെ ഫസ്റ്റ് കാർബണും ഫ്രക്ടോസ് യൂണിറ്റിലെ സെക്കൻഡ് കാർബണും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലിങ്കേജിനെ എന്തെന്ന് പറയും? 1,2 ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ്. ഓക്കെ. സോ ഈ ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജിനെ നമ്മൾ നമ്മുടെ ഗ്ലൂക്കോസുമായിട്ട് വിത്ത് റെസ്പെക്റ്റ് പറയുവാണെങ്കിൽ നമ്മളതിനെ ആൽഫ ഗ്ലൂക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. ഓക്കെ. അതും ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് തന്നെയാണ്, പക്ഷേ അതിന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് ഇത് ആൽഫ ഗ്ലൂക്കോക്സിഡിക് ലിങ്കേജ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ഫ്രക്ടോസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ബീറ്റ ഫ്രക്ടോക്സിഡിക് ലിങ്കേജ്. എളുപ്പമാണോ? ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. കണ്ടോ? ജി ഈ ഒരു ഡയഗണലാണ്. എഫ് കണ്ടോ? എഫ് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് സൂക്രോസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഇനി സൂക്രോസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പോയിൻ്റാണ് സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിങ് ഓൺലി അസറ്റാൾ ലിങ്കേജ് ഉള്ള ഷുഗറുകളാണ്. അസറ്റാൾ ലിങ്കേജ് മാത്രമേ ആ കോമ്പൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തുള്ള ഷുഗർ നോൺ റെഡ്യൂസിങ് ആയിരിക്കും. അസറ്റാൾ ലിങ്കേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബണിനകത്ത് തന്നെ OR ഗ്രൂപ്പും OR ഗ്രൂപ്പും, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഈതൈൽ പോലെയുള്ള ഗ്രൂപ്പുകളാണ്
ആർ എന്ന് പറയുന്നത്. അപ്പം ഒരു കാർബണിനകത്ത് ഒ ആർ ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്ന ലിങ്കേജുകളാണ് നമ്മൾ അസറ്റാൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹെമി അസറ്റാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബണിനകത്ത് തന്നെ OH ഉം OR നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ഫ്രക്ടോസിനും ഗ്ലൂക്കോസും ഒക്കെ എന്താണ് ഹെമി അസറ്റാൾ ഗ്രൂപ്പുകളാണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. സോ അപ്പം ആ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ സൂക്രോസ് എന്താണ് നോൺ റെഡ്യൂസിങ് ആണ്. അപ്പം നമുക്ക് സൂക്രോസിനകത്ത് ആ നോൺ റെഡ്യൂസിങ് ലിങ്കേജ് ഒന്ന് നോക്കാം. അപ്പോൾ സൂക്രോസിൻ്റെ സ്ട്രക്ചർ ഇതാണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കാർബൺ നോക്കൂ, ഈ ഒരു പർട്ടിക്കുലർ കാർബണിനകത്ത് ഇത് കണക്റ്റഡ് വിത്ത് ഓക്സിജൻ, പിന്നെ ഒരു കാർബൺ, അപ്പോൾ ഇത് OR ആയി, ഈ ഒരു പാർട്ട് OR ആയി. വീണ്ടും ഇങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ കണക്റ്റഡ് ടു അനദർ കാർബൺ, അപ്പോൾ അതും എന്തായി OR ആയി. സോ കാർബൺ കണക്റ്റഡ് വിത്ത് OR. അപ്പോൾ അതെന്താണ് അസറ്റാൾ ലിങ്കേജ് ആണ്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് വേറെ ഹെമി അസറ്റാൾ ലിങ്കേജ് ഒന്നുമില്ല. ഹെമി അസറ്റാൾ ലിങ്കേജ് ഇതാ ഈ കൊടുത്തിരിക്കുന്ന ഹെമി അസറ്റാൾ ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാർബൺ OH OR. സോ ഇങ്ങനത്തുള്ള ലിങ്കേജിനെയാണ് നമ്മൾ ഹെമി അസറ്റാൾ ലിങ്കേജ്. ഇത്തരത്തിലുള്ള ലിങ്കേജ് ഒന്നും ഈ കോമ്പൗണ്ടിലില്ല. അപ്പോൾ നമ്മൾ പറയാം ഇതെന്താണ് ഇറ്റ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ, റൈറ്റ്. ഇനി സൂക്രോസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. നമ്മൾ സൂക്രോസിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എടുത്തു കഴിയുമ്പോൾ അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, അത് ക്ലോക്ക് വൈസ് റൊട്ടേറ്ററി ആണ്. ഏകദേശം +66.5 ഡിഗ്രിയാണ് അതിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, നമ്മൾ ഹൈഡ്രോളിസിസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം ഈ സൂക്രോസ് എന്ത് ചെയ്യും, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡുകളിലേക്ക് കൺവേർട്ട് ആയിപ്പോൾ. അപ്പോൾ ആ മോണോസാക്രൈഡ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടായിരുന്നു, ഏതൊക്കെയാണ് സൂക്രോസ് ഉണ്ടായിരിക്കുന്നത്, ആൽഫ-D ഗ്ലൂക്കോസും ബീറ്റ-D ഫ്രക്ടോസുമാണ് നമ്മുടെ സൂക്രോസിനകത്തുള്ള മോണോസാക്രൈഡ്സ്. അപ്പം സൂക്രോസ് ആൻഡ് ഹൈഡ്രോളിസിസ് ഗീവ്സ് ആൽഫ-D ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ-D ഫ്രക്ടോസ്. അപ്പം നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പം ഇങ്ങനെ ഒരു ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഓവറോൾ ഈ സൊല്യൂഷൻ്റെ റൊട്ടേഷൻ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറും. അപ്പം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്ന സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗെറ്റ്സ് കൺവേർട്ട് ഇൻ ടു ലീവോ റൊട്ടേറ്ററി. അതായത് പോസിറ്റീവിൽ നിന്ന് മൈനസിലേക്ക് അവിടെ ഒരു ഇൻവേർഷൻ വരുന്നു. അപ്പോൾ ആ ഒരു ഇൻവേർഷനെയാണ് നമ്മൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഒപ്റ്റിക്കൽ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കെയിൻ ഷുഗറിൻ്റെ ഇത് വരുന്നത്. ഇനി സൂക്രോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഒസാസോൺ ഫോർമേഷൻ തരത്തില്ല, മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കത്തില്ല, ഓക്സൈൻ ഫോർമേഷൻ ഒന്നും കാണിക്കത്തില്ല. ഈ 3 റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ റിയാക്ഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെസണിൽ സൂക്രോസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. സൂക്രോസിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആരാണ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആണ്. അതിനകത്ത് എന്താണ് ആൽഫ, എന്താണ് ബീറ്റ തുടങ്ങിയ സ്ട്രക്ചറൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എന്താണ് ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് എന്താണെന്ന് കണ്ടു. ഗ്ലൈക്കോക്സിഡിക് ലിങ്കേജ് സൂക്രോസിനകത്ത് ബിറ്റ്വീൻ 1-2 പൊസിഷൻസിലാണ്. പിന്നെ നമ്മൾ എന്താണ് സൂക്രോസ് എന്തുകൊണ്ട് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് പറഞ്ഞു, ബിക്കോസ് അതിനകത്ത് ഹെമി അസറ്റാൾ ലിങ്കേജ് ഇല്ല, ഓൺലി അസറ്റാൾ ലിങ്കേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിനെ കുറിച്ചും കണ്ടു. ഇനി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തായിരുന്നു. കഴിഞ്ഞ വർഷം നീറ്റ് 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു, സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ്. ആൻസർ ഈസി ആയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്, ആൽഫ-D ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ-D ഫ്രക്ടോസ്. സോ ഇതാണ് ആൻസർ. ഒരു ഡൗട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല, കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ സൂക്രോസിനകത്ത് അടങ്ങിയിരിക്കുന്ന മോണോമേഴ്സ് അല്ലെങ്കിൽ മോണോസാക്രൈഡ്സ് ഏതൊക്കെയാണ്, ആൽഫ-D ഗ്ലൂക്കോസും ബീറ്റ-D ഫ്രക്ടോസും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ 1-2 മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വീഡിയോ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തുണ്ടാകത്തുള്ളൂ, ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമുക്കും നിങ്ങളുടെ താല്പര്യം സബ്സ്ക്രിപ്ഷനിലൂടെ, നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള സന്തോഷം നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കുക. സോ ടേക്ക് കെയർ.